നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവരുടെ കല്യാണം നടക്കാൻ പോവാ. അത് കഴിഞ്ഞാലെങ്കിലും അവരെ നീ വെറുതെ വിട്ടോണം. അല്ലെങ്കിൽ വിവാഹത്തിന് സമ്മതമില്ലാത്തവർ അത് മുടക്കാൻ നോക്കും. അവര് രാജുവിനെ മുന്നിൽ നിർത്തി ഇങ്ങനെ ഓരോ കളികൾ കളിച്ചുകൊണ്ടിരിക്കും. അല്ല സർ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിവാഹം നടത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. എത്രയും വേണ്ടപ്പെട്ടവരെ മാത്രം വിളിച്ചാൽ മതി. ഇവിടെ വെച്ച് വിവാഹം. അത് കഴിഞ്ഞ് ടൗണിൽ വെച്ച് എല്ലാവർക്കുമായിട്ട് റിസപ്ഷൻ. രാജു, മറ്റന്നാൾ ദീപക്കും ഋതികയുമായിട്ടുള്ള വിവാഹം ഇവിടെ നടക്കും. അതിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കോ. സർ. ആശ്വാസായി. അമ്മയും അമ്മാവനൊക്കെ വിശ്വസെന്നാ തോന്നേ. അമ്മാവൻ വിശ്വസിച്ചാണു. പണ്ട് തൊട്ടേ ഈ പെങ്ങള് പറയുന്നത് വിശ്വസിച്ച അവന് ശീലം. പക്ഷെ എന്റെ പൊന്നു മോനെ, ഈ അമ്മ വിശ്വസിച്ചു എന്ന് നീ കരുതണ്ട. നിന്റെ എല്ലാ കന്നന്തിരിവുകളും മനസ്സിലാക്കിയിട്ട് തന്നെയാ അമ്മ നിന്നെ വിശുദ്ധനായി അവതരിപ്പിച്ചിരിക്കുന്നത്. എല്ലാ കുട്ടികളികളും ഇന്നത്തോടെ അവസാനിപ്പിച്ചോണം. ഇല്ലെങ്കിലേ ഈ അമ്മ പോലും നിന്റെ കൂടെ കാണില്ല. ഇപ്പൊ പ്രതാപൻ എല്ലാം വിശ്വസിച്ചു. ആ വിശ്വാസം എപ്പ വേണമെങ്കിലും മാറി മറിയാം. അങ്ങനെ മാറ്റിമറിക്കാൻ ആ രാജു കഴിയുന്നത്ര ശ്രമിക്കും. അതിന്നൊക്കെ രക്ഷപ്പെട്ട് നിൽക്കണം. അതുകൊണ്ട് എന്തു പറഞ്ഞിട്ടായാലും ആ ദിവ്യ ഇവിടുന്ന് ഇറക്കി വിടണം. ഭയപ്പെടുത്തിയോ ഭീഷണിപ്പെടുത്തിയോ പറഞ്ഞു വിട്ടാ അവളെല്ലാം വിളിച്ചു പറയും. അതുകൊണ്ട് തന്ത്രത്തിൽ, സൂത്രത്തിൽ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടണം. അതിനുള്ള മിടുക്കെങ്കിലും കാണിക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.